ഞാനങ്ങനെ കുറേ ടെൻഷൻ അടിച്ചും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തി. പക്ഷേ ഹോസ്പിറ്റലിൽ എത്തി കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ മാറിട്ടോ. ഞാൻ നേരെ കാഷ്വാലിറ്റിയിൽ ചെന്നു. കാഷ്വാലിറ്റിയിൽ അവരോടടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ വാട്ടർ ബ്രേക്ക് ആയിട്ടാണ് വന്നേക്കണതെന്ന്. അപ്പോൾ അവർ റുട്ടീൻ ചെക്കപ്പ് ചെയ്തു. ഇങ്ങനെ ബിപി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി. ഒപിയിൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ അവിടെ വെച്ച് PV ചെയ്തപ്പോൾ പറഞ്ഞു ഡയലേഷൻ ഒന്നും ആയിട്ടില്ല. 1 സെന്റിമീറ്റർ ഡയലേഷൻ ആയിട്ടുള്ളൂ. പിന്നെ കുട്ടിയുടെ ഹാർട്ട് ബീറ്റും ചെക്ക് ചെയ്തു. അപ്പോൾ അതും നോർമലായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് വലിയ ഇതിൽ പേടിക്കാനൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊരു 1 ഹവറിനെക്കാട്ടിലും മീതെ എടുത്തു അവിടെ റൂം കിട്ടാനായിട്ട്. അങ്ങനെ റൂം എടുത്ത് നമ്മൾ റൂമിലൊക്കെ ചെന്ന് സെറ്റായി. അങ്ങനെ രാത്രി 10 മണി വരെ വെയിറ്റ് ചെയ്തു. പക്ഷേ വേദനയൊന്നും വന്നില്ല. അതിനിടയിൽ ഇങ്ങനെ സിസ്റ്റർ വന്നിട്ട് നമുക്ക് ഇങ്ങനെ റൂട്ടീൻ ചെക്കപ്പ് ഒക്കെ ചെയ്തു. പ്രഷർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ അലർജി ഉണ്ടോന്ന് അറിയാൻ 2 മരുന്ന് 2 കൈമേം ഇഞ്ചെക്ട് ചെയ്തു. അങ്ങനെ പിന്നെ ഷേവ് ചെയ്ത് അങ്ങനത്തെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കേട്ടോ. അങ്ങനെ കറക്റ്റ് 10 മണിയായപ്പോൾ എനിക്ക് വേദന വരാനുള്ള 2 ഗുളിക കൊണ്ട് തന്നു കേട്ടോ അവർ. ഇടയിൽ എൻ്റെ വയറ് കഴുകി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വയറ് കഴുകും എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ അത് എപ്പോഴാണ് ചെയ്യാന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതുപോലെ OPയിൽ വെച്ച് ഡോക്ടറെ കണ്ട സമയത്ത് ഞാൻ ഡോക്ടറോട് സൂചിപ്പിച്ചിരുന്നു ഡോക്ടർ എനിക്ക് വേദന കുറയാനുള്ള മരുന്ന് തരണം കേട്ടോ എന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 4 സെന്റിമീറ്റർ ഡയലേഷൻ ആവാതെ തരാൻ പറ്റില്ല എന്ന്. വേദനയുടെ ഗുളികയും കഴിച്ച് വേദന വരുന്നതും കാത്ത് കാത്ത് ഞാൻ ഇരിപ്പായിട്ടോ. അപ്പോൾ അതിനിടയിൽ ഞാനിപ്പോൾ വേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വന്ന് PV ചെയ്ത് 4 സെന്റിമീറ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേദനയുടെ മരുന്ന് തരും. അതുപോലെ തന്നെ വയറ് കഴുകും. ഇങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അവിടെ കിടക്കുന്നത്. അങ്ങനെ ഒരു 11 മണിയോടടുത്ത് വേദന വരാൻ തുടങ്ങിട്ടോ.